നമസ്കാരം. തമിഴ് സിനിമാ ലോകം അടക്കി വാഴുന്ന സൂപ്പർ താരങ്ങളാണ് അജിത്തും വിജയും. എന്നാൽ ഒരു കാലത്ത് അവരെക്കാൾ ഒരു പിടി മുന്നിൽ നിന്ന താരമായിരുന്നു പ്രശാന്ത്. പ്രശസ്ത നടൻ ത്യാഗരാജന്റെ മകനാണ് പ്രശാന്ത്. 1990 പുറത്തിറങ്ങിയ വൈകസി പുറന്താച്ച് എന്ന സിനിമയിലൂടെയായിരുന്നു തമിഴ് ചലച്ചിത്ര രംഗത്തേക്ക് പ്രശാന്ത് കടന്നു വരുന്നത്. ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത വർണ്ണവർണ്ണ പൂക്കൾ, RK ശെൽവമണി സംവിധാനം ചെയ്ത ചെമ്പരത്തി, മണിരത്നം സംവിധാനം ചെയ്ത തിരുട തിരുട എന്നീ സിനിമകളിലൂടെ തമിഴിൽ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യം പ്രശാന്ത് മാറി. മലയാള സിനിമയിലും പ്രശാന്ത് തന്റെ സാന്നിധ്യം അറിയിച്ചു. MD വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ മലയാള സിനിമയായ പെരുന്തച്ഛനിലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളി പ്രേക്ഷകർക്കും പ്രശാന്ത് പ്രിയങ്കരനായി മാറി. പെരുന്തച്ഛന്റെ മകന്റെ വേഷമായിരുന്നു പ്രശാന്തിന്. 1998 ശങ്കർ സംവിധാനം ചെയ്ത ജീൻസ് എന്ന സിനിമ പുറത്തിറങ്ങിയതിനു ശേഷമാണ് പ്രശാന്ത് തമിഴ് ചലച്ചിത്ര രംഗത്ത് സൂപ്പർ ഹീറോ ഇമേജിലേക്ക് എത്തുന്നത്. പിന്നീട് അദ്ദേഹം അഭിനയിച്ച കണ്ണെതിരെ തോണ്ടിനാൽ, കാതൽ കവിതൈ, ജോഡി എന്നീ സിനിമകളും ഹിറ്റായി മാറി. തമിഴ് സിനിമാ ലോകത്ത് വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് പ്രശാന്ത് എന്ന നായകൻ അരങ്ങുവാണു. അജിത്ത്, വിജയ് എന്നിവരെക്കാൾ താരമൂല്യം അന്ന് പ്രശാന്തിനുണ്ടായിരുന്നു. പക്ഷേ ആ വളർച്ച അദ്ദേഹത്തിന് തുടരാനായില്ല എന്നതും തമിഴ് സിനിമയുടെ ഒരു ചരിത്രം തന്നെയാണ്. 2000കളുടെ മധ്യത്തിൽ പ്രശാന്തിനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടുള്ള പല ചിത്രങ്ങളും നിർമ്മാണം ആരംഭിച്ചെങ്കിലും അവയിൽ പലതും ഉപേക്ഷിക്കുകയുണ്ടായി. 2007 മുതൽ 2011 വരെ പ്രശാന്തിന്റെ ചിത്രങ്ങളൊന്നും പുറത്തിറങ്ങിയതുമില്ല. ഒരിടവേളയ്ക്ക് ശേഷം അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങൾ പൊന്നർ ശങ്കർ, മമ്പട്ടിയാൻ എന്നിവയായിരുന്നു. തമിഴ് സിനിമാ ലോകത്ത് ഒരു കാലത്ത് ഹിറ്റുകളുടെ നായകനായ പ്രശാന്തിന്റെ തിരിച്ചുവരവിനായി ആരാധകർ ഇന്നും കാത്തിരിക്കുന്നു. ഒരു വമ്പൻ ഹിറ്റുമായി അദ്ദേഹം വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം.